നിങ്ങൾ മരിച്ചു, അല്ല അങ്ങനെയല്ല, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെങ്കിലും തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോവാൻ? വെറുതെ ഒന്ന് ചിന്തിച്ചോളൂ. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റോബിൻ. ഇത് എന്റെ ചാനലിലെ 6ാമത്തെ വീഡിയോ ആണ്. ഹൃദയം എന്ന സിനിമയിൽ ഏകദേശം ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് വരുണും അവരുടെ കൂട്ടുകാരും ആ ഗ്യാങ്ങും ആ കോളേജിൽ നിന്ന് പടിയിറങ്ങുന്ന ആ ഒരു സീൻ. ആ സമയത്ത് ആ കോളേജിന്റെ ഒരു റൂൾ അനുസരിച്ച് കോളേജിലെ അവസാന ദിവസം തുറന്നു കൊടുക്കുന്ന ആ സീക്രട്ട് ആലി അവർക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വരുൺ എന്ത് എഴുതണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ വരുണിന്റെ കൂട്ടുകാരൻ ആന്റണി താടിക്കാരൻ വളരെ മനോഹരമായിട്ട് ആ ചുമരിൽ ഒരു കാര്യം എഴുതി വയ്ക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആന്റണി താടിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ആന്റണി ആ കോളേജിൽ ജീവിച്ചിരുന്നു എന്നതിന്, ആന്റണി ആ കോളേജിൽ പഠിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് ആന്റണി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഒരു 5 വീഡിയോ അല്ലെങ്കിൽ 6 വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴും ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പരമാവധി 150 വ്യൂസ് ഒക്കെയാണ്. വളരെ കുറച്ച് ലൈക്കുമാണ്. അപ്പോ എന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നത്? ഇത് ഫസ്റ്റ് വീഡിയോ നല്ല ഇംപ്രസീവ് ആയിരുന്നെങ്കിൽ അത്യാവശ്യം വ്യൂസ് കിട്ടിയാൽ ചാനൽ ശ്രദ്ധിക്കപ്പെട്ടേനെ. ഇപ്പോഴും വളരെ കുറവ് വ്യൂസ് മാത്രമായിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതിനുള്ളൊരു മറുപടിയാണ് നേരത്തെ ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലുള്ളത്. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവ് അവശേഷിപ്പിച്ചിട്ടാണോ നമ്മൾ ഇവിടെ നിന്ന് പോവുക? വലിയ വലിയ മഹാരഥന്മാരൊക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവർ മറ്റുള്ളവരെ അവരുടെ ആശയങ്ങൾ കൊണ്ടോ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് അവരുടെ മരണശേഷവും അവരെ ഓർത്തു വെക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രതിമകളോ അല്ലെങ്കിൽ മെമ്മോറിയൽ സ്ഥാപനങ്ങളോ ഒക്കെ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ മരണശേഷം നമ്മളെ ഓർക്കാനോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ മനസ്സിൽ കൊണ്ടു നടക്കാനോ മാത്രം എന്തെങ്കിലും കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് അവശേഷിപ്പിച്ചു പോവാനൊക്കെ നമുക്ക് സാധിക്കും. എന്റെ അത്തരത്തിലുള്ള ഒരു തെളിവ് മാത്രമാണ് എന്റെ ഈ ചാനലിൽ. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു നോക്കുമ്പോൾ കാണുന്നവർക്ക് പറയാം, അന്ന് അവൻ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവ് മാത്രമാണ് എന്റെ ഈ ചാനൽ. ശരിയാണ്, എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ വിവാഹിതരായിരിക്കും, മക്കളുണ്ടായിരിക്കും, മക്കളുടെ മക്കളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട്, എന്റെ മക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, അതല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച പണമുണ്ട്, അല്ലെങ്കിൽ എന്റെ ജോലിയുണ്ട്, ഞാൻ പണിത വീടുണ്ട്, സ്ഥലമുണ്ട്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അവൻ തനിക്ക് പറ്റിയൊരു ഇണയെ കണ്ടെത്തുന്നു, ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നു, സ്ഥലമുണ്ടാക്കുന്നു, ഒരു വീട് വെക്കുന്നു, അങ്ങനെ ജീവിച്ചു മരിക്കുന്നു. ഇതെല്ലാം മനുഷ്യനുണ്ടായ കാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ല, ഉലകനായകൻ കമലഹാസൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോ ഒരുപാട് സമയമുണ്ട്, ഒരുപാട് കഴിവുണ്ട്, നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ ശ്രമിക്കാം. ആന്റണി താടിക്കാരൻ സീക്രട്ട് ആലിയിലെ ചുമരിൽ എഴുതി വെച്ച പോലെ നമുക്കും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ എഴുതി വെക്കാൻ സാധിക്കണം, ഞാനും ഇവിടെ ജീവിച്ചിരുന്നു. ഈ ഒരു ചെറിയ ചിന്ത മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഈ ചാനൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു 150 വ്യൂസ് ഒക്കെ മാത്രമാണ് ലഭിക്കുന്നതെന്ന്. ശരിയാണ്, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ കുറച്ച് പേര് കാണുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങളോ കഥകളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ടെലഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.